ഹരിയാനയിൽ ബി.ജെ.പി. ജെ.ജെ.പി. സഖ്യം പിളർന്നതിനെ തുടർന്ന് മന്ത്രിസഭ രാജിവെച്ചു. മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ രാജിക്കത്ത് ഗവർണർക്ക് നൽകി. പുതിയ മന്ത്രിസഭ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നൈബ് സൈനിക്ക് മുൻതൂക്കമെന്നതാണ് വിവരം. പി ബസന്താണ് ഇരുന്നത്. ബസന്ത്, മനോഹർ ലാൽ ഖട്ടാർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എന്തായിരുന്നല്ലോ ആദ്യം പുറത്തുവന്ന വിവരങ്ങൾ. ഏത് തരത്തിലാണ് അവിടുത്തെ സമവാക്യ മാറ്റങ്ങൾ? പ്രജീഷ്, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ ഗവർണർ ബന്ദാരു ദത്താത്രേയെ കണ്ട് മന്ത്രിസഭയുടെ രാജിക്കത്ത് കൈമാറിയത്. ഉപമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൗട്ടാലയും രാജിവെച്ചിട്ടുണ്ട്. ജെ.ജെ.പിയുമായിട്ടുള്ള സഖ്യം പിളർന്ന ഒരു സാഹചര്യത്തിലാണ് മന്ത്രിസഭ പൂർണ്ണമായും രാജിവെക്കാൻ തീരുമാനിച്ചത്. പുതിയ മന്ത്രിസഭ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. നൈബ് സൈനി ആയിരിക്കും പുതിയ മുഖ്യമന്ത്രി എന്നാണ് വിവരം. മുൻതൂക്കം അദ്ദേഹത്തിൻ്റെ പേരിനാണ്. നിലവിൽ കുരുക്ഷേത്രയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് നൈബ് സൈനി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആണ് ഇപ്പോൾ ഒരു മന്ത്രിസഭയിൽ ഒരു മാറ്റം തലപ്പത്ത് വരുത്തിയിരിക്കുന്നത്. മനോഹർ ലാൽ ഖട്ടാർ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട്. കർണാലിൽ നിന്നും അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നാണ് സൂചനകളുള്ളത്. ഏതായാലും ജെ.ജെ.പിയുമായി കഴിഞ്ഞ 4 കൊല്ലമായി തുടരുന്ന ഭരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ലോക്സഭാ സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നിട്ടാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഹിസാറും അതോടൊപ്പം തന്നെ ഭിവാനി, മഹേന്ദ്രഗഡ് ലോക്സഭാ സീറ്റുകൾ ഇവ രണ്ടും ജെ.ജെ.പി. ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് രണ്ടും നൽകാൻ ബി.ജെ.പി. തയ്യാറായിട്ടില്ല. ഹിസാറിൽ നിന്ന് നേരത്തെ ഉപമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൗട്ടാല MP ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിവാനിയിൽ നിന്നും ദുഷ്യന്ത് ചൗട്ടാലയുടെ അച്ഛൻ അജയ് ചൗട്ടാലയും നേരത്തെ MP ആയിരുന്നൊരു സാഹചര്യമുണ്ട്. ഇത് രണ്ടും വെച്ചാണ് ജെ.ജെ.പി. അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടിടവും ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ബി.ജെ.പി. ആ അവകാശവാദം തള്ളിയത്. ഏതായാലും ജെ.ജെ.പിയുമായിട്ടുള്ള സഖ്യം പിളർന്ന ഒരു സാഹചര്യത്തിൽ മന്ത്രിസഭാ മാറ്റത്തിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ജെ.ജെ.പിയുടെ 10 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ് അന്ന് ഹരിയാനയിൽ ബി.ജെ.പി. സർക്കാർ രൂപീകരിച്ചത്. കേവല ഭൂരിപക്ഷം 46 ഹരിയാനയിൽ നിയമസഭയിൽ വേണ്ടത്. 40 MLA-മാരുടെ പിന്തുണ മാത്രമാണ് ഇപ്പോൾ ബി.ജെ.പിക്കുള്ളത്. അതേസമയം സ്വതന്ത്ര MLA-മാരുടെ പിന്തുണയോടുകൂടി അതോടൊപ്പം തന്നെ ജെ.ജെ.പിയിൽ നിന്ന് 5 MLA-മാരെ കൂറുമാറ്റിക്കൊണ്ടും ഭരണം നിലനിർത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഹരിയാനയ്ക്കുള്ളത്. ഏതായാലും ഹരിയാനയിൽ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ചിലപ്പോൾ ലോക്സഭയ്ക്കൊപ്പം തന്നെ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്താനുള്ള സാധ്യതയും ചിലപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നേക്കാം.